നമസ്കാരം. ട്വിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമായ സിനിമ തിരക്കഥയായി മാറുകയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്. പൾസർ സുനി നടൻ ദിലീപിന് കൊടുത്തുവിട്ട കത്താണോ, ദിലീപ് DGPക്ക് കൊടുത്ത പരാതിയാണോ സത്യം എന്നറിയാനുള്ള ക്ലൈമാക്സിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിട്ടില്ല. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചത് വിഷ്ണുവല്ല, പൾസർ സുനിയാണെന്ന പോലീസ് കണ്ടെത്തലാണ് ഇന്നത്തെ ട്വിസ്റ്റ്. ഇതിനായി പോലീസ് 2 മാസത്തിലേറെ എന്തിനു കാത്തിരുന്നു എന്നത് ചോദ്യം. പൾസർ സുനി ജയിലിൽ നിന്ന് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കത്തിന്റെ രൂപത്തിൽ ദിലീപിന്റെ കൈവശം എത്തിയത് ചെയ്ത ജോലിക്കുള്ള കൂലി ചോദിക്കലാണോ, ഭീഷണിയാണോ എന്ന ചോദ്യത്തിന് പോലീസ് ഇനിയും ഉത്തരം വൈകിക്കരുത്. കൂലി ചോദിക്കലാണെങ്കിലും ഭീഷണിയാണെങ്കിലും മലയാള സിനിമയിലെ വിഗ്രഹങ്ങൾ തകർന്നു വീഴുന്നത് കാണേണ്ടി വന്നേക്കാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്നത്തെ വഴിത്തിരിവും ദിലീപിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ തീരുമാനവും സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. തന്റെ പരാതിയിലാണ് അന്വേഷണമെന്ന ദിലീപിന്റെ വാദം പോലീസ് തള്ളുന്നത് ബ്ലാക്ക് മെയിലിംഗ് വാദം പൊളിക്കുന്നതാണോ? 2 മാസം മുൻപ് ദിലീപ് കൊടുത്ത പരാതിയിൽ വ്യക്തത വരുത്താൻ പോലീസ് വൈകിയത് എന്തുകൊണ്ട്? പൾസർ സുനിക്കൊപ്പം വിഷ്ണുവിനെയും ചേർത്ത് ഗൂഢാലോചന കേസ് അവസാനിപ്പിക്കാനാണോ പോലീസിന്റെ നീക്കം? ദിലീപിന്റെ മൊഴിയെടുക്കാൻ പോലീസ് വൈകുന്നതല്ലേ കേസ് അന്വേഷണത്തിലെ ദുരൂഹത കൂട്ടുന്നത്? നിർണായക സാക്ഷിയായ ജിൻസന്റെ മൊഴി അന്വേഷണത്തിലെ അടുത്ത ട്വിസ്റ്റ് ആകുമോ? നടൻ സലീം കുമാറിനെ പോലെ ദിലീപിനെ പിന്തുണയ്ക്കാൻ സിനിമാ സംഘടനകൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ്, സംവിധായകൻ MA നിഷാദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മാധ്യമപ്രവർത്തകനായ സണ്ണി ചെറിയാൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം PT തോമസ് MLA ടെലിഫോൺ ലൈനിൽ. പൾസർ സുനി ദിലീപിന് അയച്ച കത്തോ ദിലീപിന്റെ പരാതിയോ പോലീസ് വിശ്വാസത്തിലെടുക്കുന്നത്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്തത്.